قال الحافظ അബൂ മുഹമ്മദിൻ അബ്ദുൽ ഹഖ് ബിൻ അബ്ദുർ റഹ്മാൻ അൽ-ഇശ്ബീലി റഹിമഹുല്ലാഹ് പറയുകയാണ്, വഅലം, നീ അറിയണം, അന്ന ലിസൂഇൽ ഖാതിമതി ആദനല്ലാഹു മിൻഹാ, സൂഉൽ ഖാതിമത്ത്, മോശപ്പെട്ട അന്ത്യം, അല്ലാഹു അതിൽ നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അതിന് അസ്ബാബൻ, ചില കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഒരാൾക്ക് മോശപ്പെട്ട അന്ത്യം ഉണ്ടാകുന്നത്? അതിന് ചില കാരണങ്ങളുണ്ട്. വലഹ തുറുഖുൻ വഅബ്വാബുൻ, അതിന് വ്യത്യസ്തങ്ങളായ വഴികളും വാതിലുകളുമുണ്ട്. അഅദമുഹ, അതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം അൽ ഇൻകിബാബു അല ദുനിയ, ദുനിയാവിന്റെ മേൽ മുഴുകി ജീവിക്കുക, അതിൽ മൂക്കുകുത്തി വീഴുക. ദുനിയാവ് തന്നെ അവന്റെ ശരണം, ദുനിയാവാണ് അവന്റെ ഹമ്മിലുള്ളത്. അവന്റെ മനസ്സിലുള്ള ഫിക്ർ മുഴുവൻ ദുനിയാവിൽ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, സമ്പാദിക്കണം, ഇവിടെ എങ്ങനെ സുഖിക്കണം, അതിന്റെ പിന്നാലെ അവൻ നടക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വൽ ഇഅറാദു അനിൽ ഉഖ്റ, അന്ത്യദിനത്തെ കുറിച്ച് തിരിഞ്ഞു കളയുക. ആഖിറത്തെ കുറിച്ച് ഒരു ചിന്തയുമില്ല, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണം എന്നുള്ള ബോധമില്ല, നരകത്തിൽ രക്ഷപ്പെടണം എന്നുള്ള ബോധമില്ല. വൽ ഇഖ്ദാമു വൽ ജർഅതു അലാ മആസില്ലാഹി അസ്സ വജൽ, അതേപോലെ അല്ലാഹുവിനോട് ധിക്കാരം കാണിക്കാൻ ഉള്ള ധൈര്യം, അതിലേക്ക് മുന്നിട്ട് പോവുക, ഒരു ലജ്ജയുമില്ലാതെ പാപങ്ങൾ ചെയ്യുക. അതാണ് പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, അതിന് വലിയൊരു ധൈര്യം കാണിക്കുക. ഇതൊക്കെ നിസ്സാരമാണ് എന്ന് അവർക്ക് തോന്നുക. അങ്ങനെ അള്ളാഹുവിനെ ധിക്കരിക്കാൻ കാണിക്കുന്ന ധീരത, ഇത് അപകടമാണ്. തിന്മ സംഭവിച്ചാൽ ഉടനെ എന്ത് ചെയ്യുക, പേടിച്ചു വിറയ്ക്കുക, എന്നിട്ട് തൗബ ചെയ്യുക. ഇതായിരിക്കും മുഅ്മിന്റെ സ്വഭാവം. പക്ഷേ തിന്മ ചെയ്യുക, വലിയ വലിയ തിന്മകൾ ചെയ്യുക, എന്നിട്ട് വരെയും ഒന്നുണ്ടാവില്ല. മുൻഗാമികൾ ചെറിയ ഒരു തിന്മ ചെയ്താൽ വരെയും പേടിച്ചു വിറക്കുമായിരുന്നു. അതുപോലും വലിയ വലിയ തിന്മകൾ നിരന്തരം ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകാതിരിക്കുക, ഇത് വലിയ അപകടം പിടിക്കുന്ന കാര്യമാണ്.